സമയത്ത് സൈഡായിട്ട് നമുക്ക് വീടിൻ്റെ ബാക്കിൽ തന്നെ ഒരു ഏണിങ് ഉണ്ടാക്കാൻ രീതിയിലുള്ള ഒരു ടെക്നിക്ക് ആണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ യൂസ്ഫുള്ളായിരിക്കും എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടിങ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടത് എന്നൊട്ട് എൻഡ് വരെ A to Z കാര്യങ്ങൾ നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഈ ആട് കൃഷിയെ കുറിച്ച്. അപ്പോൾ സുഖമായിട്ട് ഒന്നും അറിയാത്ത ആൾക്ക് പോലും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഇതിനെക്കുറിച്ച് അറിവുണ്ടാവും. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ഞാൻ പറയുന്നത്, നമ്മൾ ഒരിക്കലും തുടക്കം തന്നെ ചാടിക്കയറി ഇത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്യരുത് ഈ ഒരു കാര്യത്തിന്. നമ്മൾ കാര്യം അറിയാത്തവരാണെങ്കിൽ അത് ഏതൊക്കെ ആൾക്കാരെങ്കിലും കേട്ടാൽ നമുക്ക് സ്വയം അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മളത് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ഹ്യൂജ് എമൗണ്ട് ഇതിൽ ഇടരുത്. അപ്പോൾ എക്സാമ്പിൾ തന്നെ നമുക്ക് നമ്മൾ തുടക്കം തന്നെ ചാടിക്കയറി വലിയ ഫാം പോലെ സെറ്റപ്പ് ചെയ്യരുതെന്നാണ് ഉദ്ദേശിച്ചത്. വലിയ പൈസ കൊടുത്ത് വലിയ കൂടൊക്കെ പണിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടത്തിലാവും. കാര്യം എന്തെങ്കിലുമൊക്കെ നമുക്ക് അറിയില്ലല്ലോ അതിനെക്കുറിച്ച്, തുടക്കം സ്റ്റാർട്ടിങ് അല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ ഒരു ചെറിയ കൂട് നിങ്ങൾ സെറ്റപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ വീട്ടുവളപ്പിൽ തന്നെ ബാക്ക് സൈഡിൽ ബാക്ക് യാർഡിൽ ഒരു മരമോ എന്തെങ്കിലും തട്ടിക്കൂട്ടി എന്തെങ്കിലും ഇത് ചെയ്യാം. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് അങ്ങനെ തന്നെയായിരുന്നു. അടയ്ക്കാര വയലില്ലേ, അത് വെച്ചിട്ടാണ് കൂട് പണിയത്. അതൊരു എനിക്ക് തോന്നുന്നു 1000 rupees എക്സ്പെൻസ് വരെ വന്നില്ല, അത്ര വരെ വന്നില്ല. മരം ഞങ്ങളുടെ വീട്ടിലുണ്ടായി, അത് ഞങ്ങൾ വെട്ടിപ്പൊളിച്ച് ഞങ്ങൾ തന്നെ പണിഞ്ഞു. ആ ഷീറ്റ് വാങ്ങേണ്ട ഒരു പൈസ മാത്രമേ ചിലവ് വന്നിട്ടുള്ളൂ. മരമൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ടായി. പിന്നെ അത്ര ഞാൻ പറഞ്ഞത് സ്റ്റാർട്ടിങ് നമുക്ക് ഭയങ്കര ഹ്യൂജ് എക്സ്പെൻസ് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ഇത് തുടങ്ങാൻ ഞാൻ പറഞ്ഞത് ഫാമിലിക്കാണ്, ഫാമിലിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ തുടങ്ങിയിരുന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ആയിട്ട് വാങ്ങിയത് ഒരു തള്ളാടിനും പിന്നെ 2 കുട്ടികളാണ്, ഒരു മുട്ടനും ഒരു കൊറ്റിയായിരുന്നു കുട്ടി. അപ്പോൾ നമുക്ക് അങ്ങനെ വാങ്ങുന്നത് ഒരു ഹെൽപ്ഫുൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു 3 months ഒക്കെ കഴിയുമ്പോൾ ഒരു കേട് തീർന്ന് കിട്ടുന്ന പ്രായത്തിൽ വാങ്ങുന്നുണ്ട്. ഒരു കുട്ടിക്ക് 2 മാസം ഒക്കെ പ്രായമുള്ളപ്പോൾ വാങ്ങും, ഒരു തള്ളാടിനും 2 കുട്ടികളും. അപ്പോൾ അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ എന്തോ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു 4 months ഒക്കെ കഴിയുമ്പോൾ ഈ തള്ള ഹീറ്റ് കാണിക്കും. അപ്പോൾ അതിനും ചവിട്ടിക്കാം. അപ്പോൾ അത് കഴിഞ്ഞൊരു ഒരു 8 മാസമൊക്കെ 1 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ആ കുറ്റിയില്ലേ അതും ഇത് കാണിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതായി എടുക്കും. ഞാൻ അങ്ങനെയാണ് വാങ്ങിയത്. ആദ്യം ഒരു 12,000 രൂപയ്ക്ക് ആ ഒരു നമ്മൾ അധികം എക്സ്പെൻസ് ചെയ്യരുത്. ഒരാടിനും 2 കുട്ടികളെയും 12,000 രൂപയ്ക്ക് വാങ്ങി. പിന്നെ ഞാൻ പറഞ്ഞു കൂടിന് എക്സ്പെൻസ് ആകെ ഒരു 1000 രൂപയ്ക്ക് താഴെ വന്നിട്ടുള്ളൂ. ഷീറ്റ് വാങ്ങേണ്ട പൈസ മാത്രമാണ് വന്നിട്ടുള്ളൂ, ബാക്കി ഫുള്ളും എങ്ങനെയാണ്. അപ്പോൾ ആ ഒരു കൂട് ഞാനൊരു 1.5 year ഒക്കെ അതുകൊണ്ട് ഓടിച്ചു. എന്നിട്ട് 1.5 year ഒക്കെ ആ കൂട് നിന്നു, ഒരു കേടില്ലാണ്ട് നിന്നു. പിന്നെ നമുക്ക് ഗ്രാജുവലി നമ്മുടെ ആടുകൾ കൂടിയപ്പോൾ വേറെ കൂട് പണിഞ്ഞു. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മളപ്പോൾ 1 വർഷം ഇതിനെക്കുറിച്ച് പഠിക്കും. ഈ ഒരാട് അധികം ആടില്ലാണ്ട് ഈ ആട് വെക്കുമ്പോൾ നമുക്ക് പഠിക്കും. കുടിയൊക്കെ കൊടുക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് കൊടുക്കണ്ടേ, ഏത് കുടി കൊടുത്താലേ പാല് കൂടുക, പിന്നെ എന്തൊക്കെ അസുഖങ്ങൾ വരും, ആടുകൾക്ക് എന്തൊക്കെ ഇതുകളുണ്ടെന്ന് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കും. അപ്പോൾ നമുക്ക് വലിയ ഇതില്ല, ഡിസഡ്വാൻറ്റേജ് ഇല്ല, നമുക്കധികം ലോസ് വരില്ല. ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ തന്നെ നമ്മൾ അധികം പൈസ അതിന് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ പഠിച്ചപ്പോൾ ഞാൻ അത് പുതിയ കുട്ടിക്ക് മാറിയപ്പോൾ എൻ്റെ തള്ളാട് ഒരു പ്രസവിച്ചു. പിന്നെ ആ കുറ്റീനെ ചവിട്ടിച്ചു. അത് ചെനയിൽ നിൽക്കുമ്പോഴാണ് ഞാൻ വേറൊരു കൂടിക്ക് അയച്ചത്. ആ കൂടിൻ്റെ AD സ്റ്റേജിൻ്റെ കൂടിൻ്റെ ഫോട്ടോയും പിന്നെ പുതിയതായിട്ട് പണിഞ്ഞ കൂടിൻ്റെ ഫോട്ടോയും ഞാൻ ഇതിൽ കാണിക്കാം, വീഡിയോയിൽ കാണിക്കാം. പിന്നെ ആടിനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും സ്റ്റാർട്ടിങ് പ്രൈമറി സ്റ്റേജിൽ നമ്മൾ ഒരിക്കലും ഭയങ്കര ഒരു ഹൈബ്രിഡിനെ വളർത്തരുത്. അതൊരു ഭയങ്കര മണ്ടത്തര. നമുക്ക് ഏറ്റവും സാധാ ഒരു ഫാമിലിക്ക് ഏറ്റവും നല്ലത് മലബാറി ആടാണ്. വൈറ്റ് കളർ അല്ലെങ്കിൽ നല്ല പ്യുവർ മലബാറി ആടാണ് ഏറ്റവും നല്ലത്. ഒരു കൃഷിക്കാരൻ നോക്കാൻ പറ്റിയ ഏറ്റവും നല്ല ആട് അതാ. അസുഖങ്ങൾ അധികം വരില്ല, പിന്നെ പെട്ടെന്ന് ഹീറ്റ് കാണിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയാം, 5 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പറയാം, ഞാൻ ഇതുവരെ വളർത്തിയതിൽ ഏറ്റവും ലാഭം കിട്ടിയത് മലബാറി ആടാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2-3-4 മാസം കഴിയുമ്പോൾ ഹീറ്റ് കാണിച്ച് വീണ്ടും ചവിട്ടിച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ ചെന പിടിക്കും. അപ്പോൾ നമുക്കധികം കുഴപ്പമില്ല. അതേ സമയത്ത് തന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ബീറ്റലിൻ്റെ ആട് എൻ്റെ കൂട്ടിൽ ഇതായി. കാരണം ഞങ്ങളുടെ മലബാറി ആടിനെ കൊണ്ട് തന്നെ ബീറ്റലിൻ്റെ മുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിച്ചപ്പോൾ ബീറ്റലിൻ്റെ ഇതായിട്ട് തന്നെ കിട്ടി. അത് കഴിഞ്ഞിട്ട് തന്നെ ബീറ്റലിൻ്റെ ആ തള്ളേനെ കൊണ്ട് ഒറിജിനൽ ബീറ്റലിൻ്റെ മുട്ടനെ കൊണ്ട് ചവിടിച്ച് ബീറ്റലിൻ്റെ കുട്ടികൾ കുറച്ച് വന്നു തുടങ്ങി. അപ്പോൾ ആ കുട്ടികൾക്ക് എന്താ വെച്ചാൽ ഫസ്റ്റ് ഒരു പ്രസവം ഓക്കെയാണ്, പക്ഷെ പിന്നെ ചെന പിടിക്കണത് ഭയങ്കര പാടാണ്, ഹീറ്റ് കാണിക്കില്ല.
ഹീറ്റ് കാണിച്ചാലും ചെന പിടിച്ചാലും ചവിട്ടിച്ചാലും ചെന പിടിക്കില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് കുറേ പൈസ പോകും. ഇപ്പോൾ എല്ലാ കൂട്ടിലും മുട്ടന്മാരുണ്ടാവുന്നില്ല, കുറേ ആൾക്കാരൊക്കെ വേറെ വീട്ടിൽ കൊണ്ടുപോയി ചവിട്ടിക്കണവരാണ് കൂടുതൽ. അപ്പോൾ അതാണ് ഞാൻ പിന്നെ പറഞ്ഞത്, നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അധികം വലിയ മുട്ടന്മാരൊന്നും വെക്കണമെന്നില്ല കൂട്ടിൽ. നമ്മളത് കഴിഞ്ഞ് ഒരു 1 ഇയർ ഞാൻ പറഞ്ഞില്ലേ, അതേപോലത്തെ ഒരു നല്ല കൂട് പണിഞ്ഞ് ആകുമ്പോൾ ഒരു മുട്ടനെ വയ്ക്കുന്നത് നല്ലതാണ്. കൂട്ടിലൊരു മുട്ടനെ വയ്ക്കുന്നത് നല്ലതാണ്. മലബാർ മുട്ടൻ തന്നെ മതി, ഭയങ്കര സൈസും അതൊന്നും വേണ്ട. ഞാൻ പറഞ്ഞ ഒരു പ്രോഫിറ്റ്, ഒരു വീട്ടിലേക്ക് ഉള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് ഇത്രയൊക്കെ മതി. ഓവറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് ഓവറായിട്ട് സമയം കൊടുക്കേണ്ടി വരും, ഓവറായിട്ട് പൈസയും പോകും, അങ്ങനെയൊക്കെ ഉണ്ട് കുറേ. നമുക്ക് അങ്ങനെ ഓവറായിട്ട് ചെയ്യണം കുഴപ്പമില്ല, പക്ഷേ ഒരു ഫാമിലിക്ക് നോക്കിക്കൊണ്ട് പോകുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കിയിട്ട് പിന്നെ മെയിനായിട്ട് വരുന്നത് ഫുഡാണ്. ഫുഡിലാണ് കുറേ ആൾക്കാർ മണ്ടത്തരം ചെയ്യുക. ഇപ്പോൾ നമ്മളിപ്പോൾ ആടിനെ വിൽക്കുമ്പോൾ ഇപ്പോൾ ഒന്നും വിലയൊന്നും കിട്ടില്ല. ഒരു ആടിന് ഒരു 15 ഒക്കെ കൂടിപ്പോയാൽ ഒരു മലബാറി ആടിന് അത്രയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളത് വിചാരിച്ച് വേണം അതിനെ നോക്കാനായിട്ട്. അല്ലാണ്ട് ഈ ആടിനെ വാങ്ങിയിട്ട് അതിന് കുറേ തീറ്റ കൊടുത്ത് പൈസ കുറേ ചിലവാക്കിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കിയിട്ട് വേണം ആടിൻ്റെ തീറ്റയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഭയങ്കര തീറ്റ കുറച്ച് കൊടുക്കാനല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ ഓവറായിട്ട് അങ്ങനെ പൈസ കൊണ്ട് തീറ്റ അധികം വാങ്ങിക്കൊടുക്കാണ്ടിരിക്കുക. ഞാൻ കൊടുത്തിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചോളത്തോടും ഫീഡാണ് ആദ്യം കൊടുത്തിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഒരു 1.5 ഇയർ ഞാൻ പറഞ്ഞില്ലേ, ആ സമയത്ത് നമുക്ക് മനസ്സിലാവും, ഫുള്ളത് മനസ്സിലാവും. അതിനെ കുറിച്ച് A to Z കാര്യങ്ങൾ നമുക്ക് ഫുള്ള് മനസ്സിലാവും. അപ്പോൾ അതിലൂടെ നമ്മൾ വലിയ കൂട് പണിഞ്ഞ് വലിയ ലാർജ് സ്കെയിൽ പോവുകയാണെങ്കിൽ തന്നെ സക്സസ്ഫുൾ ആവുള്ളൂ. അവിടെ ഒരു ഇതും വരില്ല. വരാണെങ്കിൽ തന്നെ നിങ്ങൾക്കത് ടേക്ക് ഓവർ ചെയ്യാനുള്ള ഇതുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഫസ്റ്റ് കൊടുത്തിരുന്നത് ഈ ചോളത്തവിടും പിന്നെ ഫീഡുമാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ചോളത്തവിടിന് ഇപ്പോൾ ഒരു കിലോന് 28 രൂപയൊക്കെ വരാം. അപ്പോൾ നമ്മൾ ചാക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു മാസം റണ്ണാവും. അപ്പോൾ പിന്നെ ഞാനത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ചോറില്ലേ, അരി. അപ്പോൾ നമുക്ക് റേഷൻ പീടികയിൽ നിന്നൊക്കെ അരി കിട്ടും. അപ്പോൾ നമ്മൾ ഇപ്പോൾ വേറെ ആൾക്കാരെയാണോ അങ്ങനെയായിട്ട് നമുക്ക് വാങ്ങാം. അരി ഇപ്പോൾ കിലോന് 20 രൂപയ്ക്കുള്ളൂ. അപ്പോൾ അരി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അരി ഓവറായിട്ട് കൊടുക്കരുത്. ആട് ഡൈജസ്റ്റ് ആവില്ല ആടിന്. കുറച്ച് ഒരു പിടിയൊക്കെ ചോറ് കുറച്ച് ഇങ്ങനെ കുടി കൊടുക്കില്ലേ, ചോളത്തവിടിലും ഫീഡിലും ഇടുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ പതുക്കെ ആ ക്വാണ്ടിറ്റി കൂട്ടി കൊണ്ടുവന്ന് അരി ഇട്ട് കൊടുത്താൽ ഒരു കുഴപ്പമില്ല. ചോറ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്, നല്ല തടി വെച്ച് നല്ല ഇതായിട്ട് വരും. അപ്പോൾ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലൊരു കപ്പ് അരി എന്നും ചോറ് വയ്ക്കും. അതിനായിട്ട് തന്നെ ഒരു കല്ലുണ്ട്. അപ്പോൾ ഒരു കപ്പ് അരി അതിലിടും. അത് 2 നേരമായിട്ട് ഈ കാലത്ത് ഇടും, അത് ഇനി ഈവനിങ് അത് കൊടുക്കും, ബാക്കിയുള്ളത് കാലത്തും കൊടുക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിൽ കൊടുക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് ഇട്ട് കഴിഞ്ഞാൽ 2 നേരത്തേക്ക് ഓക്കെയാണ്. ഒരു ബക്കറ്റ് ഉണ്ടാവും അത്ര ഇട്ട് കഴിഞ്ഞാൽ തന്നെ. അപ്പോൾ ഒരു 3-4-5 ആടിന് ഓക്കെയാണ്. അപ്പോൾ അത് ഞാൻ പറയാം, കുറച്ചൊക്കെ ക്വാണ്ടിറ്റി കൂട്ടി വരാൻ പാടുള്ളൂ ഈ ചോറ് കൊടുക്കുമ്പോൾ. ആദ്യം തന്നെ കുറേ കുറച്ച് കൊടുത്താൽ തന്നെ അതാ പറയുന്നത്, ആടുകൾക്ക് ചോറ് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ കുറേ ആൾക്കാർ പറയും. പക്ഷേ നമ്മൾ ഇതാക്കി എടുത്താൽ മതി. നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുക, ഫസ്റ്റ് ഒരു ഇച്ചിരി ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് കൂട്ടി ഗ്രാജുവലി അത് കഴിച്ചാൽ അതിനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് നോക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ അത് ചോറ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ ആട് ചത്തുപോകും, ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാണ്ട് ചത്തുപോകും. അപ്പോൾ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് കൊടുത്താൽ ചോളത്തവിടും ചോറും പിന്നെ എന്തെങ്കിലും ഇപ്പോൾ പാല് കറക്കണ ആടുണ്ടെങ്കിൽ അതിന് കുറച്ച് ഫീഡും ചേർത്ത് കൊടുത്താൽ മദേഴ്സ് ഫീഡൊക്കെ ഒരു 400 റേഞ്ചിൽ വരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വാങ്ങിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 മന്തൊക്കെ വാങ്ങും. അപ്പം ഞാനിവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലിപ്പോൾ സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ തുടങ്ങിയിട്ട് ഒരു 16 ആടോളം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇപ്പോൾ പഠിത്തത്തിൻ്റെ ഇതിലും ഒക്കെ ബിസി ആയതുകൊണ്ട് അച്ഛനാണ് കുറച്ചൊക്കെ നോക്കുന്നത്. അപ്പോൾ ഞാനും ചെയ്യുന്നുണ്ട്, അച്ഛനാണ് മോസ്റ്റ്ലി ഇപ്പം നോക്കുന്നത്. അപ്പോൾ 2 ആടുണ്ട്, 2 കറക്കണ ആടുണ്ട്. അപ്പോൾ അതിൻ്റെ പാലും കിട്ടും. അപ്പോൾ നമ്മുടെ അടുത്തുള്ള വീടുകളിൽ സെയിലുണ്ട്, പാല് കൊടുക്കുന്നുണ്ട് കാലത്ത്. അപ്പോൾ എനിക്ക് കുടി വാങ്ങേണ്ട പൈസ അങ്ങനെ കിട്ടുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കി വേണം, എന്തെങ്കിലും ലാഭം വേണം. അപ്പോൾ കുടി വാങ്ങുന്ന പൈസ ഫുള്ള് പാലിൻ്റെ ഇതിൽ കിട്ടും എനിക്ക്. അപ്പോൾ അതൊരു ചിലവില്ല എനിക്ക്. പിന്നെ വീട്ടിന് പാലിൻ്റെ ആവശ്യത്തിനും കിട്ടും, മനസ്സിലായോ? അപ്പോൾ പാലിന് ഉരിക്ക് തന്നെ ഒരു 10-30 രൂപ വിലയുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു 1000-1500 രൂപയൊക്കെ ഒരു വീട്ടിലേക്ക് കൊടുക്കാൻ ഒരു വീട്ടിൽ നിന്ന് കിട്ടും. അപ്പോൾ കുടിയുടെ പൈസ അങ്ങനെ അങ്ങോട്ട് പോകും, വേറെ ചിലവൊന്നുമില്ല. പിന്നെ നമുക്ക് കാട്ടാം, അതിന് ഓവറായിട്ട് കിട്ടുന്ന പ്രോഫിറ്റാണ്. പിന്നെ ഈ ആടിൻ്റെ പൈസ അതും പ്രോഫിറ്റാണ്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഞാനൊരു ആടിൽ നിന്ന് തുടങ്ങിയിട്ട് 10-16 ആടായെന്ന് പറഞ്ഞാൽ എത്ര പ്രോഫിറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു ആട് കറക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ആ കുടി കൊടുക്കുന്ന പൈസ അതിൽ പോയി. ഓവറായിട്ട് കുടി കൊടുക്കാൻ വേണ്ടത്, നമ്മൾ ഓവറായിട്ട് കുടി കൊടുത്തു കഴിഞ്ഞാൽ നഷ്ടമായിരിക്കും, അങ്ങനെ കൊടുക്കരുത്. അപ്പോൾ ടു ബി ഫ്രാങ്ക്, ഞാൻ +1 +2 ഒരു CBSE സ്കൂളിലാണ് പഠിച്ചത്.
അപ്പോൾ അവിടെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ് ഞാൻ പഠിച്ചത്, എൻട്രൻസിൻ്റെയും കൂടെ. അപ്പോൾ ഒരു 60,000 രൂപയ്ക്ക് വർഷം വരെയായിരുന്നു. അപ്പോൾ 2 വർഷത്തെ പൈസ എനിക്ക് തോന്നുന്നു ഈ ആടിൻ്റെയാണ് ഞാൻ കൊടുത്തത്. ഞാൻ ഇപ്പോൾ ആടിന് കൊടുക്കുമ്പോൾ ഇപ്പോൾ 3-4 ആയിട്ടാണ് കൊടുക്കുക. ഒരു തള്ളയും കുട്ടികളും അല്ലെങ്കിൽ മുട്ടന്മാർ 2-3 കൊടുക്കുക. അപ്പോൾ 30,000 രൂപ 20,000 രൂപ കിട്ടില്ലേ. അപ്പോൾ അത് എടുത്തെടുത്ത് വെച്ച് ഒരു വർഷം നോക്കുമ്പോൾ ആ പൈസ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേറെ എൻ്റെ ചിലവ് ഞാൻ അതിൽ തീർത്തു. പിന്നെ അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് ഇപ്പോഴും ആടുണ്ട്. അതാ പറയുക, നമ്മളിങ്ങനെ കുട്ടികളെ കൊടുത്ത് അങ്ങനെയൊക്കെ സുഖമായിട്ട് ഒരു ഫാമിലിക്ക് നോക്കിക്കൊണ്ട് പോകാൻ ഒരു ഈസി ഒരു സംഭവമാണ്. വലിയതായിട്ട് ഇത് പ്രശ്നങ്ങളും വരില്ല. പിന്നെ പ്രശ്നങ്ങൾ വരും, ഹെൽത്ത് ഇഷ്യൂസ് വരും ആടിന്, അത് ഗ്രാജുവലാണ്. അപ്പോൾ നമ്മളങ്ങനെ വരുമ്പോൾ ഓവറായിട്ട് ഇതാക്കിയിട്ട് വിട്ട് കളയാൻ പാടില്ല, പരമാവധി പിടിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലും ഇങ്ങനെ ആടുകൾക്ക് പല അസുഖങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്, ക്രിട്ടിക്കൽ അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പക്ഷെ അത് മേക്ക് ഓവർ ചെയ്ത് ശരിയായി വന്നു. അപ്പോൾ ഞങ്ങളുടെ കൂട്ടിൽ തന്നെ ഒരിക്കൽ സ്ട്രോക്ക് പോലെ വന്നു ഒരു ആടിന്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് ഇങ്ങനെ തിരിച്ചു കൊണ്ട് പോകുന്ന ഒരു അസുഖം, അത് സ്ട്രോക്ക് വന്നിട്ട് കിടപ്പിലായി. ആ ആട് വന്നിട്ട് ഒരു 2 വീക്കോളം കിടപ്പായിരുന്നു, എനിക്കില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇങ്ങനെ ഡോക്ടറൊക്കെ വന്നിട്ട് ഇഞ്ചക്ഷനൊക്കെ ഉണ്ടായിരുന്നു, ഡെയിലി ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് ഓക്കെ. ഇഞ്ചക്ഷൻ ഡോക്ടറിൻ്റെ സൈഡിൽ നിന്നുള്ള ഇത് ഫുള്ള് കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് നമ്മളിങ്ങനെ അതിൻ്റെ ഇത് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 2 വീക്കോളം അവിടെ കിടക്കായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു അതിനെ വെട്ടാൻ കൊടുത്തോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മളൊരു ഇതിന് നമ്മൾ വെച്ചുകൊണ്ടിരുന്നത് മാറുമെന്ന് വിചാരിച്ച് ലാസ്റ്റ് ഫൈനലി അത് എനിക്ക് ഓക്കെ ആയി. പിന്നെ അതിനൊരു കുഴപ്പമില്ല. അതിന് ഓക്കെ ആയിട്ട് ഞാനൊരു 3-5 മാസം കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ഹെൽത്ത് ഓക്കെ, ക്ഷീണമൊക്കെ മാറി, തടിയൊക്കെ വെച്ചു. പിന്നെ ഞാനത് പ്രസവിച്ചപ്പോൾ ആ 2 കുട്ടികളും കൂട്ടി ഒരു ഫാമിലിക്ക് അതിനെ കൊടുത്തു. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു 18 എനിക്ക് തോന്നുന്നു ഒരു 20,000 റുപ്പീസിനടുത്താണ് ഞാൻ ആ കുട്ടീനെയും കൂട്ടി ആ ഒരു 3 കൂടി കൊടുത്തത്. അപ്പം ഞാൻ വെട്ടാൻ കൊടുത്തതിന് എനിക്കൊരു 8,000 രൂപ കിട്ടുള്ളൂ. അങ്ങനത്തെ മണ്ടത്തരം ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഓവറായിട്ട് ഇത് വലിയ ഇതൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞത്, നമ്മൾ തുടങ്ങുമ്പോൾ എപ്പോഴും സ്മോൾ സ്കെയിലായിട്ട് തുടങ്ങും. അപ്പോൾ നമുക്ക് ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാവും, തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാവും. ഒരിക്കലും ഒരാളുടെ ഇത് കേട്ടിട്ടോ ഒന്നും നിങ്ങൾക്ക് പെട്ടെന്ന് ചാടിക്കയറി അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ഏതൊരു ഫീൽഡായാലും എക്സ്പീരിയൻസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒരു സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കാൻ പറ്റും. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇതുകൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ട്സോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള പഞ്ചായത്ത് മൃഗാശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. ഒരു പേയ്മെൻറ്റ് കൊടുക്കണം, നമുക്ക് അവിടെ ഫ്രീ മെഡിസിൻസ് എല്ലാം അവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അസുഖങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഫോട്ടോ എടുത്ത് കൊണ്ടുപോയിട്ട് അവിടെ ഡോക്ടേഴ്സിനെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവർ എന്താണ് മെഡിസിൻസ് എന്താണെന്ന് വെച്ച് ചെയ്യും. അവിടെ നിന്ന് ഇല്ലാത്ത മെഡിസിൻസ് ആണെങ്കിൽ അവർ പുറത്തേക്ക് എഴുതി തരും. അങ്ങനെ ചെയ്യാം.